ഹായ് കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ ശ്രീ. ഞാനിപ്പോൾ ഇന്ന് നമുക്ക് കടയിൽ പോകാനായിട്ടുള്ള പരിപാടിയാണ്. നമ്മുടെ തൊട്ടടുത്തുള്ള കടയിൽ സാധനങ്ങൾ വാങ്ങാനായിട്ട്. അപ്പോൾ അതിനുള്ള ലിസ്റ്റ് എഴുതുകയാണ്. എന്നുവെച്ചാൽ ലിസ്റ്റ് എന്ന് വെച്ചാൽ വലിയ ലിസ്റ്റൊന്നുമല്ല, ചെറിയ ലിസ്റ്റ്. നമ്മുടെ താഴത്തെ കടയിൽ പോയിട്ട് ആഴ്ചയിൽ ഒരാഴ്ചയ്ക്ക് രണ്ടാഴ്ചകൾ സാധനങ്ങളാണ് നമ്മൾ വാങ്ങിക്കൊണ്ട് വരാറ്. അപ്പോൾ അതാ ഇതുപോലത്തെ ചെറിയ പുസ്തകത്തിലാണ് നമ്മുടെ കണക്കും കാര്യങ്ങളൊക്കെ. നിങ്ങളിങ്ങനെ ചെയ്യാറുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ ഇതുപോലത്തെ ചെറിയ പുസ്തകങ്ങളൊക്കെ കണക്ക് പുസ്തകമാണ്. കാരണം നമ്മൾ കടയിൽ ചിലപ്പോൾ റെഡി ക്യാഷ് അല്ലായിരിക്കും. അപ്പോൾ നമ്മൾ ഇതിൽ എഴുതിക്കൊണ്ട് പോകാം, പിന്നത്തെ ആഴ്ചയിൽ കൊടുക്കും. അങ്ങനെയൊക്കെയാണ് നമ്മൾ കടയിൽ സാധനങ്ങൾ വാങ്ങുന്നത്. അപ്പോൾ നിങ്ങളെങ്ങനെയാണ് ചെയ്യുന്നത്? നിങ്ങൾ റെഡി ക്യാഷ് ആയിരിക്കും ചിലർ ഇതുപോലെ. പണ്ടൊക്കെ എൻ്റെ വീട്ടിൽ ഇങ്ങനെയായിരുന്നു. ഇപ്പോൾ വീണ്ടും ഈ പരിപാടി തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കടയിൽ പോവാം. മേടിക്കാനുള്ള സാധനങ്ങൾ ലിസ്റ്റ് എഴുതാൻ നോക്കിയപ്പോഴാണ് രാജേട്ടൻ വരച്ച് വെച്ചാണ് ഈ ഗേറ്റിൻ്റെ പടം കണ്ടത്. അപ്പോൾ കണ്ണമോൻ്റെ പുസ്തകത്തിലാണ് ആൾ വരച്ച് വെച്ചിരിക്കുന്നത്. കണ്ണമോൻ്റെ ലച്ചുവിൻ്റെയും ബുക്കുകൾ ഒതുക്കി വയ്ക്കുന്നൊരു സ്റ്റാൻഡാട്ടത്. അതിലതാ ഇന്നലെ അച്ഛൻ മേടിച്ചു കൊണ്ട് കൊടുത്ത മിഠായിയുടെ വണ്ടികളും അതുപോലെ മേടിച്ച ഒരു കണ്ണടയും അവൻ്റെ സാധനങ്ങൾ വണ്ടികളൊക്കെയാണ് ഭദ്രമായിട്ട് എടുത്ത് വെച്ചിട്ടാണ് ആൾ സ്കൂളിൽ പോയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ലിസ്റ്റും സഞ്ചിയൊക്കെ ആയിട്ട് നമുക്ക് കടയിലേക്ക് പോകാം. അപ്പോൾ ഇത് നമ്മുടെ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ ചെറിയൊരു ഭണ്ണാരാണ്. കണ്ട, ഞങ്ങളുടെ കടയുടെ മുന്നിൽ കൊച്ചു കലുങ്കുണ്ട്. ഈ കലുങ്കയിൽ വൈകുന്നേരം എല്ലാവരും വന്നിരിക്കും. കാരണം ഈ കടയുടെ ഉള്ളിൽ നോക്കി എല്ലാവിധ സാധനങ്ങളുണ്ട്. ചേച്ചിയാണ് നിൽക്കുന്നത് സാധനങ്ങൾ എടുക്കാനായിട്ട്. അപ്പോൾ സാനിച്ചേട്ടൻ അവിടെ ഇല്ല, പെട്ടെന്ന് വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ കാലത്തും വൈകിട്ടും ചായ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വൈകുന്നേരമൊക്കെ ആയിക്കഴിഞ്ഞാൽ കലുങ്കയിൽ എല്ലാവരും വന്നിരിക്കും. അപ്പോൾ നല്ല നാട്ടുവർത്താനമൊക്കെ ആയിട്ട് എല്ലാവരും കൂടിയിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് സാധനങ്ങൾ വലിക്കാൻ വന്നതുകൊണ്ടാണ് ആരും കാണാത്തത്. അതാണിപ്പോൾ ഞങ്ങളുടെ സാനിച്ചേട്ടൻ കടയിൽ നിന്നാണ് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങുന്നത്. സാനിച്ചേട്ടൻ സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കുകയാണ്. ചേച്ചിരിക്കുന്നു. അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലെത്തി ഞാൻ. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ.